നമ്മുടെ ലൈഫിലെ ഏറ്റവും വല്ലാത്ത പ്രശ്നങ്ങളെ നേരിടുന്ന സമയത്ത് നമ്മുടെ ആ പ്രശ്നങ്ങളുടെയൊക്കെ പുറകിൽ നമ്മുടെ ഭാഗത്തായിരിക്കും നീതി. എന്നാൽ പോലും നമ്മളെ ദ്രോഹിക്കുന്നവരവിടെ വലിയ സന്തോഷിക്കുന്നവരായിട്ടും വലിയ ഉത്സാഹികളായിട്ടൊക്കെ നിൽക്കുന്നൊരു കാഴ്ച കാണുമ്പം നമ്മൾ നേരിടുന്ന പ്രയാസങ്ങളെക്കാൾ കൂടുതൽ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് ഈ ദ്രോഹമൊക്കെ ചെയ്തവരുടെ സന്തോഷമാണ്. അന്നേരം നമുക്ക് ദൈവത്തോട് തന്നെ ചോദിക്കാനുണ്ടാവും, കർത്താവ്, ഇതൊക്കെ ഒരു നീതിയാണോ? ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും എന്നെ ദ്രോഹിച്ച് ഇവരൊക്കെ കിടന്ന് ആഹ്ലാദിക്കുന്നതങ്ങ് കാണുന്നില്ലേ? എന്താ എൻ്റെ ദൈവമേ ഇത്? എന്നാൽ ഈ ഒരു സങ്കടകരമായ ചോദ്യങ്ങൾ ഉയരുന്ന വ്യക്തികളോട് ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് പറയാനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ദൂതിലൂടെ വെളിപ്പെടുന്നത്. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 37:50 വായിക്കുമ്പോൾ ജോസഫിൻ്റെ ജീവിതത്തെ വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് വരച്ച് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ദൈവത്തോട് ചോദിച്ചിരിക്കാം, ദൈവമേ, ഇതൊക്കെ ഒരു നീതിയാണോ? അദ്ദേഹം തൻ്റെ സഹോദരന്മാരെ വെറുത്തില്ല, പക്ഷേ അവർ അവനെ വിറ്റു. ജോസഫ് വിശ്വസ്തനായിരുന്നു, പക്ഷെ അവൻ ജയിലിൽ പോയി. അവൻ ശുദ്ധനായിരുന്നു, പക്ഷെ അവൻ ഒത്തിരി അപവാദം കിട്ടു. ഇതെല്ലാം സഹിക്കുമ്പം ജോസഫിന് ചോദിക്കാമായിരുന്നു, ദൈവമേ, ഇത് നീതിയാണോ? പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെനിക്ക് ദോഷം വിചാരിച്ചു, പക്ഷെ ദൈവം അതെനിക്ക് നന്മയാക്കി മാറ്റി. ഉൽപ്പത്തി 50:20 ആ വചനം ഒന്ന് അടിവരയിട്ട് വെച്ചേക്കണം. നിങ്ങളെനിക്ക് ദോഷം വിചാരിച്ചു, ദൈവം അതിനെ നന്മയാക്കി മാറ്റി. ബൈബിൾ നമ്മളോട് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒന്നും ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒന്നും പെട്ടെന്നൊരു നിമിഷം ആരൊക്കെയോ കരുതിക്കുട്ടി വെച്ചതുപോലെ ആയിത്തീരുന്നില്ല. എല്ലാറ്റിൻ്റെയും അവസാനത്തിൽ ഒരു തീരുമാനം, ഒരു ഉത്തരം ദൈവത്തിൽ നിന്ന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ നീതി എല്ലായ്പ്പോഴും ഉടനടി കാണപ്പെടണമെന്നില്ല, പക്ഷേ അത് ഒരിക്കലും പരാജയപ്പെടുന്നതായിരിക്കത്തില്ല. പരാജയപ്പെടാത്ത ദൈവത്തിൻ്റെ നീതി, വൈകി വരുന്നെന്ന് നമ്മൾ കരുതുന്ന നീതി, അത് തക്ക സമയത്താണ് വെളിപ്പെടുന്നത്. ഉടനടി കണ്ടില്ലേലും ദൈവത്തിൻ്റെ കാൽക്കുലേഷനിലെ കറക്റ്റ് ടൈമിൽ ആ നീതി നമുക്ക് വേണ്ടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം, പപ്പടം തിളച്ച് എണ്ണയ്ക്കകത്തോട്ട് ഇടുന്നത് പോലെ അരി വേകില്ല എന്നറിയണം. ആമേൻ. തിളച്ച എണ്ണയിലോട്ട് പപ്പടം ഇടുന്ന ഇൻസ്റ്റൻ്റായിട്ട് അത് സാധനം സെറ്റായി. നല്ലൊരു പലഹാരം അല്ലെങ്കിൽ നല്ലൊരു കറി, ഭക്ഷ്യപദാർത്ഥം അത് സെറ്റായതുപോലെ അല്ല ബാക്കി ചിലത് തയ്യാറാകുന്നത്. മാംസം വേകുവാൻ സമയമെടുക്കും, അരി വേകാൻ സമയമെടുക്കും. ദൈവത്തിൻ്റെ പ്രോസസ്സിൻ്റെ അകത്ത് ഓരോ വ്യക്തിയോടും ദൈവത്തിൻ്റെ ഇടപെടൽ പ്ലാൻ അത് ഇൻഡിവിജ്വലാണ്. അതിനകത്ത് ദൈവത്തിൻ്റെ കെയ്റോസ് എന്ന് പറയുന്ന സമയപദ്ധതിക്കകത്ത് കർത്താവ് ഒരു നാഴിക കുറിച്ചിട്ടുണ്ട്. ആ സമയത്തോട് ചേർന്ന് നീതി, ന്യായം, വിജയം, അംഗീകാരം, അനുഗ്രഹം, ശ്രേഷ്ഠത, സമ്പത്ത് ഇവയെല്ലാം ഒരുമിച്ച് സമാഗതമാകും. നിങ്ങൾക്ക് അങ്ങനൊരു സമയമുണ്ട്. അത് വെളിപ്പെടുന്നതിന് മുൻപ് എനിക്കിപ്പോൾ ഒന്നും ആയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ് നമ്മുടെ ജീവിത പങ്കാളി പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്, ഒരു പിതാവാകാൻ പോകുന്നു. സത്യത്തിൽ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ പിതാവായി. വൈഫിൻ്റെ ഉള്ളിലൊരു കുഞ്ഞുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ അപ്പനായി, ഒരമ്മയായി, അല്ലേ? പക്ഷേ ആ കുഞ്ഞിനെ കയ്യിലേക്ക് ആ നിമിഷം കിട്ടുന്നില്ല. അതിനുവേണ്ടി ഒരു സമയം ആവശ്യപ്പെടുന്നുണ്ട്. ആ ടൈം കഴിയുമ്പോൾ അത് കൈ കിട്ടിയാൽ മാത്രമേ ആ പൈതലിനെ നമുക്ക് ദീർഘായുസ്സോടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് പറയുന്ന ആർക്കും ഒരു സ്കാനിങ്ങിലും ആ നിമിഷങ്ങളിൽ തൻ്റെ പൈതലിനെ കാണാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ നീതി നിങ്ങൾക്ക് നേരെ ഒരു അനീതിയുടെ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ തന്നെ അത് വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ ഒരു ശത്രു എഴുന്നേറ്റപ്പോൾ തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രോസസ്സിങ്ങിലാണ്, അത് വരാൻ ഒരു സമയമെടുക്കുന്നുണ്ട്. കർത്താവായ യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ക്രൂശ് എന്ന് പറയുന്നത് അനീതിയുടെ ഏറ്റവും വലിയ ചിത്രമായിരുന്നു. യേശു ഒരു പാപവും ചെയ്യാത്ത പരിശുദ്ധനാണ്. യേശു ഒരു കള്ളം പോലും പറഞ്ഞിട്ടില്ല, അവിടുന്ന് സത്യമാണ്. യേശു ആരെയും വേദനിപ്പിച്ചിട്ടില്ല, അവിടുന്ന് ഏറ്റവും വലിയ ആശ്വാസമാണ്. എന്നിട്ടും എല്ലാവരും യേശുവിനെ ക്രൂശിച്ചു. ക്രൂശ് നോക്കിയവർ പറഞ്ഞിരിക്കാം, ഇവിടെ നീതി എവിടെയാണ്? പക്ഷേ 3 ദിവസത്തിന് ശേഷം ദൈവം ഒരു മറുപടി നൽകി. ദൈവത്തിൻ്റെ നീതി ചിലപ്പോൾ വൈകും, പക്ഷേ അത് വരുമ്പോൾ പൂർണ്ണമായിരിക്കും.
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നീതി വൈകിയെന്ന് തോന്നാം, അത് വരുമ്പോൾ അത് പൂർണ്ണമായിരിക്കും. നിങ്ങൾക്ക് തോന്നിയാലും തോന്നാതിരുന്നാലും ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഉറങ്ങിയാലും ഉണർന്നാലും ദൈവവചനം നിങ്ങൾക്ക് വേണ്ടി സജീവമായി നിൽക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ വികാരങ്ങൾ ദൈവത്തിൻ്റെ നീതിയുടെ തെളിവല്ല. ഞാൻ ആ വാക്കൊരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വികാരങ്ങൾ ദൈവത്തിൻ്റെ നീതിയുടെ തെളിവല്ല. ചിലപ്പോൾ നാം ചിരിക്കും, ചിലപ്പോൾ നാം കരയും. അത് ദൈവനീതിയുടെ തെളിവല്ല. ദൈവത്തിൻ്റെ വചനമാണ് ദൈവനീതിയുടെ തെളിവ് എന്ന് പറയുന്നത്. ദൈവവചനം നമ്മളോട് പറയുന്നതാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം വരുന്നു, ഞാൻ ചെയ്യും. ആമേൻ. എതിർപ്പ് എന്നത് ദൈവം നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് പലരും കാണുന്നത്. നോ, ദൈവം ആരെയും ഉപേക്ഷിക്കുന്നില്ല. കാരണം അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നത്. ആമേൻ. നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല എന്ന് യെശയ്യാവ് 54:17 നമുക്ക് കർത്താവിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആയുധങ്ങൾ ഉണ്ടാകില്ല എന്ന്, നിരാശകൾ വരില്ല എന്ന്, നിന്ദകൾ ഉണ്ടാകില്ല എന്ന് കർത്താവ് എങ്ങും പറയുന്നില്ല. ആയുധങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് ഫലിക്കത്തില്ല എന്ന് കർത്താവ് നമ്മളോട് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നേരെ എതിർപ്പുകൾ ഉണ്ടാകും, അപവാദങ്ങൾ ഉണ്ടാകും, തള്ളിപ്പറയലുകൾ ഉണ്ടാകും, വഞ്ചനകൾ ഉണ്ടാകും. പക്ഷെ അവസാനം വിജയിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സമഗ്രമായ പദ്ധതി തന്നെയാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കി നിങ്ങൾ ദൈവത്തെ ഒരിക്കലും വിലയിരുത്തരുത്. ദൈവവചനം നോക്കി നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുക. ദൈവവചനപ്രകാരം സാഹചര്യങ്ങളെ വിലയിരുത്തുക. ഇപ്പോൾ രാത്രിയായി എന്ന് പറഞ്ഞ് ദൈവം നീതിമാനല്ല എന്ന് വൈകുന്നേരം ഒരു 8:30-ക്കോ 9 മണിക്കോ ഒരാൾക്ക് പറയാൻ കഴിയുമോ? പറയാൻ പറ്റില്ല. പകരം ആ രാത്രി മാറി അടുത്ത പകൽ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ കാണും, സൂര്യോദയത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ അനുഭവിക്കുന്ന യുദ്ധം നിങ്ങളുടെ മൂല്യത്തിൻ്റെ തെളിവായിരിക്കാം. പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായിരിക്കുന്ന പ്ലാനുകൾ അവൻ ഒന്നിനു പുറകെ ഒന്നൊന്നായി കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. നിങ്ങളെ എങ്ങനെയും വകവരുത്തണം, എങ്ങനെയും നിങ്ങളെ ദ്രോഹിക്കണം എന്നത് അവൻ നിങ്ങളുടെ ജീവിതത്തിന് നേരെ അജണ്ടയായി കൊണ്ടു നടക്കുന്നുണ്ടാകാം. അതിനുവേണ്ടി അവൻ കുറച്ച് മനുഷ്യരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തികളെ തന്നെ നിങ്ങൾക്ക് നേരെ അവൻ തിരിക്കുന്നുണ്ടാകാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവം എന്തൊരു പോരാട്ടം ഇത്, എന്താ ഇതിൻ്റെ കാരണം? ഞാൻ നിങ്ങളോടൊന്ന് പറയാം, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന യുദ്ധം നിങ്ങളുടെ മൂല്യത്തിൻ്റെ തെളിവാണ്. നിങ്ങളുടെ മൂല്യം വലുതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യുദ്ധം ഉണ്ടാകുകയുള്ളൂ. ശൂന്യമായ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു രാജ്യത്തെ ആരും ആക്രമിക്കാൻ പോകാത്തതിൻ്റെ കാരണം എന്നാ? അവിടെ ആക്രമിച്ചിട്ടൊന്നും കിട്ടാനില്ല. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു, പിശാച് ശൂന്യമായ വീടുകൾ ആക്രമിക്കില്ല. ഒന്നുകൂടെ, സാത്താൻ ഒരിക്കലും ശൂന്യമായ ഭവനങ്ങളെ ആക്രമിക്കുകയില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് ആക്രമണങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സംതിങ് സ്പെഷ്യൽ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് പ്രയാസങ്ങൾ കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദർശനത്തിലുള്ളൊരു വ്യക്തിയാണ്, ദൈവത്തിൻ്റെ പ്ലാനിലുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ജീവിതങ്ങളെയാണ് സാത്താൻ എപ്പോഴും ആക്രമിക്കാൻ നോക്കുന്നത്. ആക്രമണങ്ങൾ വെളിപ്പെടുത്തുന്നത് നിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ടെന്നുള്ളതാണ്. ആമേൻ. ജോസഫിനെ നോക്കുക, ദാവീദിനെ നോക്കുക, പൗലോസിനെ നോക്കുക, പത്രോസിനെ നോക്കുക. എല്ലാവരും ശക്തമായ എതിർപ്പുകൾ കണ്ടവരാണ്. പക്ഷേ അവരുടെ എതിർപ്പുകൾ അവരുടെ വിളിയെ ഇല്ലാതാക്കിയില്ല. അവരുടെ ചലഞ്ചുകൾ അവരുടെ ദൈവിക പദ്ധതിയെ തകിടം മറിച്ചില്ല. പിശാച് ഒരു കാരണവശാലും തോൽവി സഹിക്കാൻ ഇഷ്ടപ്പെടാത്തവനാണ്. അതുകൊണ്ട് തന്നെ അവൻ അവസാന നിമിഷം വരെ യുദ്ധം ചെയ്യും. തോറ്റുപോകുമെന്നറിയാം, എന്നാലും ഒന്നുകൂടെ അടിച്ചു നോക്കാം, ഏതെങ്കിലും ചാൻസിലൊന്ന് കിട്ടിയാലോ എന്ന നിലയിലുള്ള അവൻ്റെ ഒരു വല്ലാത്ത പ്രവൃത്തിയാണ് നമ്മളുടെ ജീവിതത്തിലെ പല യുദ്ധങ്ങളുടെയും പുറകിലുള്ളത്. പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മുടെ കർത്താവ് കാൽവറിയിൽ ഇതിനോടകം ജയിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജയത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആമേൻ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന കാര്യത്തിനകത്ത് ഇൻസ്റ്റൻ്റായിട്ട് ഉത്തരം കിട്ടിയില്ല എന്ന് വന്നേക്കാം, അങ്ങനെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിന് ഉത്തരവില്ല എന്നുള്ളതല്ല, ദൈവം പ്രവർത്തിക്കുന്നു. കർത്താവ് ഇടപെടാൻ പോകുന്നു. ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. ചിലപ്പോൾ ദൈവത്തിൻ്റെ നീതി ഉടനടി വരില്ല. നമുക്ക് പലപ്പോഴും ഉടനടി വിധി വേണം. ഇതാണ് നമ്മുടെ താല്പര്യം. നമുക്ക് ഉടനടി പ്രതികാരം വേണം, ഉടനടി നമുക്ക് ന്യായീകരണം വേണം. പക്ഷേ ദൈവം വലിയൊരു ചിത്രമാണ് കാണുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നു, പ്രതികാരം എനിക്കുള്ളതാണ്. ആമേൻ. സങ്കീർത്തനങ്ങളിൽ നമ്മളോട് പറയുന്നു, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് നീ അറിഞ്ഞുകൊള്ളണം. ദൈവം വെറും ദൈവമല്ല, ദൈവം ദൈവമാണ്.
അവൻ്റെ ഒരു സ്റ്റാൻഡേർഡുണ്ട്. ആ നിലയ്ക്കും വിലയ്ക്കും അനുസൃതമായി അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിനകത്ത് ഇടപെടുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളുടെ ഇന്നത്തെ പ്രശ്നം മാത്രമല്ല കാണുന്നത്, അവൻ നിങ്ങൾക്കപ്പുറമുള്ള നിങ്ങളുടെ തലമുറകളെ കൂടെ കാണുന്നുണ്ട്. അവൻ നിങ്ങളുടെ നിത്യതയെ കൂടെ കാണുന്നുണ്ട്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും കണ്ടുകൊണ്ട്, നിങ്ങളുടെ നിത്യതയെ കൂടെ കണ്ടുകൊണ്ട്, നിങ്ങളുടെ ആത്മീക ഭാവിയെ കൂടെ കണ്ടുകൊണ്ടാണ് നിങ്ങളോട് ക്ഷമയോടെ ഇരിക്കാൻ പറയുന്നത്, നിങ്ങളോട് സൈലൻ്റായിരിക്കാൻ പറയുന്നത്, നിങ്ങളോട് കാത്തിരിക്കാൻ പറയുന്നത്. അതൊരിക്കലും നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയല്ല. ഒരു 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 വലിയ പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ കരങ്ങളിൽ ഉള്ളതുകൊണ്ടാണ്. പലപ്പോഴും ക്ഷമിക്കാൻ നമുക്ക് കഴിയാതെ, അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കർത്താവിൻ്റെ പ്രവൃത്തി എന്നാൽ നടക്കട്ടെ, അതുവരെ ഞാൻ ഇരിക്കാം. എന്നാൽ ആ സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും? ഒന്നും സംഭവിക്കാത്തവനെ പോലെ സകലതും ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ച് കാൽവരി ക്രൂശിലെ യേശുവിനെ പോലെ സ്വന്തം തോളിൽ തലചായ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കർത്താവ് അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ നീതി പ്രതികാരങ്ങളെക്കാൾ വലുതാണെന്നും കൂടെ തിരിച്ചറിയണം. ചിലർ നിങ്ങളെ വഞ്ചിച്ചു, ചിലർ നിങ്ങളെ വേദനിപ്പിച്ചു, വേറെ ചിലർ നിങ്ങളെ തള്ളിക്കളഞ്ഞു, ചിലർ നിങ്ങളോട് കള്ളം പറഞ്ഞു, ചിലർ നിങ്ങളുടെ നന്മയെ ദുരുപയോഗം ചെയ്തു. നിങ്ങൾ എന്തു ചെയ്യും? ദൈവം പറയുന്നു, നിൻ്റെ ഭാവി ഞാൻ കൈകാര്യം ചെയ്യും. ചിലർ മോഷ്ടിക്കുകയും ചിലർ അടിക്കുകയും ചിലർ ഉപദ്രവിക്കുകയും ചിലർ അർദ്ധപ്രാണനായി ഇടിച്ചു പോവുകയും ചെയ്ത ഒരു മനുഷ്യനെയാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് നൽകുവാൻ യേശു കർത്താവ് തൻ്റെ നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ ഉപയോഗിച്ചത്. അതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് നേരിട്ട പീഡനങ്ങളും നിങ്ങൾക്ക് നേരിട്ട അവഹേളനങ്ങളും ജോസഫിൻ്റെ ഭാവി നല്ലത് എന്ന് നിങ്ങളിന്ന് പറയുന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ഭാവി നല്ലത് എന്ന് പറയത്തക്ക വിധം ദൈവം അതിനെ നിങ്ങളുടെ ഭാവിക്കായി അനുഗ്രഹീതമായി അതിനെ രൂപപ്പെടുത്തും. നിൻ്റെ ഭാവി ഞാൻ കൈകാര്യം ചെയ്യാമെന്ന് കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുന്നു. ദൈവം നിങ്ങളുടെ ശത്രുക്കളെ ശിക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യം ചെയ്യും. അവരുടെ മുമ്പിൽ നിങ്ങളെ ഉയർത്തും. ആമേൻ. നിങ്ങളുടെ ശത്രുക്കളെ തീർത്ത് കളഞ്ഞിട്ട് നിങ്ങളെ ദാരിദ്ര്യത്തിലിരുത്തുന്നതല്ല ദൈവത്തിൻ്റെ നീതി. അവർ നിങ്ങളുടെ പിടിച്ചു പറിച്ചാലും രാഷ്ട്രങ്ങൾക്ക് സമൃദ്ധി നൽകുവാൻ പാകത്തിൽ നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയുന്നതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം. ഓരോ എതിർപ്പും നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള വഴിയാണ്, വേദിയാണ് എന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെട്ടതുപോലെ, പുനരുദ്ധാനമെന്ന അനുഗ്രഹം യേശുവിൻ്റെ ക്രൂശിനപ്പുറം വെളിപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ദാനവും നീതിയും വെളിപ്പെടും. യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതി ഇതിനോടകം വെളിപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധികളില്ല എന്ന റോമാലേഖനം 8:1 നമ്മളോട് പറയുന്നു. ക്രൂശ് ഒരു കാര്യം ഉറപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. കാൽവറി ക്രൂശ് ഒരു കാര്യം ഉറപ്പിച്ചു. ഇനിമേൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശിക്ഷാവിധികളില്ല. ദൈവം നിങ്ങൾക്കെതിരല്ല, ദൈവം നിങ്ങളുടെ പക്ഷത്താണ്. ഇത് ബൈബിൾ നമുക്ക് ഉറപ്പ് നൽകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിലെ നീതി നമ്മളെ അനുകൂലിക്കുന്നു എന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുകയാണ്. പലരും നിങ്ങളെ കണ്ണുനീര് കണ്ടിട്ടുണ്ടാകാം, പലരും നിങ്ങൾ തല താഴ്ത്തിയിരിക്കുന്ന കണ്ടിട്ടുണ്ടാകാം. പക്ഷേ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയും കണ്ടിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളും കണ്ടിട്ടുണ്ട്. പലരും നിങ്ങളുടെ പോരാട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവം നിങ്ങളുടെ വിശ്വസ്തതയും കൂടെ കണ്ടിട്ടുണ്ട്. പലരും നിങ്ങളുടെ മുറിവുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവം നിങ്ങളുടെ ഭാവിയും കൂടെ കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ എതിർപ്പുകൾ നമ്മുടെ ഉയർച്ചകളുടെ വേദികളായി മാറും. ദൈവത്തിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. നമുക്കെതിരെ നിർമ്മിച്ച ആയുധങ്ങൾ ഫലിക്കാതെ പോകുന്ന കാഴ്ച നമ്മൾ കാണും. നമ്മളൊഴുക്കിയ കണ്ണുനീരുകൾ വെറുതെ ആയിരുന്നില്ല എന്ന് വരുന്ന ഭാവി കാലം നമ്മളോട് പറയും. നമ്മുടെ പ്രാർത്ഥനകളൊന്നും മറന്നു പോയിട്ടില്ല എന്ന് നമുക്ക് വരാൻ പോകുന്ന ഉത്തരങ്ങൾ നാളെ നമ്മളെ വിളിച്ചു പറയും. അത് നമ്മളെ ഓർമ്മിപ്പിക്കും. ഇന്നത്തെ അവഹേളനങ്ങൾക്കപ്പുറത്ത് ദൈവം ഉയർത്തിയതിൻ്റെ ഒരു സാക്ഷ്യം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നത് നാളെ നമ്മുടെ ജീവിതത്തെ നോക്കി നമ്മുടെ തലമുറകൾ കൂടെ പറയും. എൻ്റെ സമയം വരുന്നുണ്ട്, എൻ്റെ ഉയർച്ച വരുന്നുണ്ട്, ക്രിസ്തുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്, ദൈവം എന്നോട് വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് നിങ്ങൾ ചോദിച്ചേക്കാം, ദൈവമേ ഇത് നീതിയാണോ? ദൈവത്തിൻ്റെ മറുപടി, നീ മുഴുവൻ കഥയും കണ്ടിട്ടില്ല. ജോസഫിൻ്റെ ജീവിതത്തിൽ അവൻ മുഴുവൻ കഥയും കണ്ടിരുന്നില്ല. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ്റെ മുഴുവൻ കഥയും കണ്ടിരുന്നില്ല. ശിഷ്യന്മാർ യേശുവിൻ്റെ ക്രൂശിത ദിനങ്ങളിൽ മുഴുവൻ കഥകളും കണ്ടിരുന്നില്ല. പക്ഷെ അവസാനം ദൈവത്തിൻ്റെ നീതി ജയിച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ കഥയുടെ അവസാന അധ്യായം ഇപ്പോഴും എഴുതപ്പെടുകയാണ്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, വിശ്വസിക്കുക, നിലകൊള്ളുക. കാരണം ദൈവം നീതിമാനാണ്, ദൈവം വിശ്വസ്തനാണ്. വൈകിയാലും
ആദരിക്കുമെന്ന കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങൾ അനുവദിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ സമയം ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വാതിലായി മാറുകയാണ്. കർത്താവേ, ഞാൻ എൻ്റെ ലൈഫിൽ ഈ ടൈം നിൻ്റെ നീതിക്ക് വേണ്ടി, പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാൻ എന്നെ തന്നെ അനുവദിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു സമയം മാറ്റത്തിൻ്റെ നേരമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന അനീതികൾക്ക് ദൈവം ഒരു അറുതി വെച്ചിട്ടുണ്ട്. അനീതി നിങ്ങളുടെ ജീവിതത്തിലെ അവസാന വാക്കല്ല, അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ നീതിയാണ് തലപൊക്കാൻ പോകുന്നത്. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയയുള്ളവനുമാകുന്നു. ആമേൻ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചോദ്യമുണ്ടായിരിക്കാം, ഞാൻ ശരിയായ വഴിയിലാണോ നടക്കുന്നത്? പക്ഷേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇങ്ങനെയുള്ളതായ പ്രയാസങ്ങൾ കയറി വരുന്നു? ഞാൻ ശരിയായ രീതിയിലല്ലേ പ്രാർത്ഥിക്കുന്നത്, എന്നിട്ടും എനിക്ക് മാത്രം ഇങ്ങനെ എന്തുണ്ടാകുന്നു? ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, പക്ഷേ എന്നിട്ടും എനിക്കെതിരെ ചിലർ എന്തുകൊണ്ട് സംസാരിക്കുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷേ എന്തുകൊണ്ട് എൻ്റെ സാഹചര്യം മാറുന്നില്ല? ദൈവ പൈതലേ, ജോസഫിനും ജോബിനും ആസാഫിനും ഹബക്കുക്കിനുമെല്ലാം ഈ ചോദ്യമുണ്ടായിരുന്നു. ക്രൂശിൻ്റെ നിഴലിൽ നിന്ന് ശിഷ്യന്മാർക്കും ഈ ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ അതുവരെ അവർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ദൈവം വൈകി എന്ന് കരുതിയാലും പക്ഷേ അവൻ നീതി വെളിപ്പെടുത്താതെ കടന്നു പോകുകയില്ല. കർത്താവ് നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ട്. ബൈബിൾ നമ്മളോട് പറയുന്നു, നീതിമാൻ എന്നേക്കും ഓർമ്മയിൽ ഇരിക്കും. ദൈവസന്നിധിയിലൊരു പുസ്തകമുണ്ട്, അത് സ്മരണയുടെ ഓർമ്മയുടെ പുസ്തകമെന്നാണ് നമ്മൾ വിളിക്കുന്നത്. അവിടെ സകലതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം മുഴുവൻ കാര്യങ്ങളും കാണുന്നുണ്ട്. ജോസഫ് കുഴിയിലായിരുന്നപ്പോൾ അവിടുന്ന് രാജമന്ദിരം കണ്ടു. ഹല്ലേലൂയ. ദാവീദ് മരുഭൂമിയിലായിരുന്നപ്പോൾ ദൈവം അവന് വേണ്ടി സിംഹാസനം കണ്ടു. പക്ഷേ ജോസഫ് താൻ കുഴിയിൽ കിടന്നപ്പോൾ തനിക്ക് വേണ്ടി ദൈവം പണിതിരിക്കുന്ന രാജസിംഹാസനം അന്ന് കണ്ടിരുന്നില്ല. ദാവീദ് വനാന്തരത്തിലായിരുന്നപ്പോൾ ദൈവം അവന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ചെങ്കോൽ എന്നവൻ കണ്ടിരുന്നില്ല. ശിഷ്യന്മാർ ക്രൂശിൻ്റെ ദിവസം പുനരുദ്ധാനം എന്താണെന്ന് ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. എന്നാൽ ദൈവം എല്ലാം കണ്ടിരുന്നു. ഇന്ന് നിങ്ങൾ അറിയേണ്ട ഒരു സത്യം, നിങ്ങളുടെ എതിർപ്പുകൾ നിങ്ങളുടെ അന്ത്യമല്ല. നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ പരാജയമല്ല. നിങ്ങളുടെ കാത്തിരിപ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ദൈവത്തിൻ്റെ നിഷേധമല്ല. നിങ്ങൾ അനുഭവിക്കുന്ന യുദ്ധം പോലും നിങ്ങളുടെ ഭാവിയുടെ വലിപ്പത്തെക്കുറിച്ച് എന്തോ ഒരു വലിയ കാര്യം പറയുന്നുണ്ട്. കാരണം വലിയ വലിയ വാതിലുകൾ തുറക്കുന്നതിന് മുമ്പ് വലിയ വലിയ എതിർപ്പുകൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, കർത്താവ് നിന്നോട് വ്യക്തമായി പറയുന്നു, നീ ഒറ്റയ്ക്കല്ല. നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിൻ്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു, നിൻ്റെ വിശ്വസ്തത ഞാൻ ഓർക്കും, എന്നോടുള്ള നിൻ്റെ സ്നേഹം ഞാൻ ഒരിക്കലും മറന്നു കളയുകയില്ല. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന എല്ലാ വാക്കുകളും നിങ്ങളുടെ വിധിയെ മാറ്റുന്നതല്ല, ദൈവം നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ വിധിയും ആയി മാറാൻ പോകുന്നത്. ഇന്ന് ഞാൻ കാണുന്നതിനേക്കാൾ ദൈവവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് പറയാം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുമെന്ന് നമുക്ക് പറയാം. എൻ്റെ കണ്ണുനീർ വെറുതെ ആകില്ല എന്ന് നമുക്ക് പറയാം. എൻ്റെ പ്രാർത്ഥനകളൊന്നും ദൈവം മറന്നു പോകില്ല എന്ന് നമുക്ക് പറയാം. എനിക്ക് വേണ്ടി ദൈവം നിർമ്മിക്കുന്നതിനെ ആർക്കും അട്ടിമറിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാം. കർത്താവായ യേശുവിൻ്റെ കാൽവറി മരണത്തിലൂടെ നീതീകരിക്കപ്പെട്ട നമ്മൾ ക്രിസ്തുവിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും അവകാശികളായി മാറിയിരിക്കുകയാണ്. ധൈര്യപ്പെടുക, നിലകൊള്ളുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ഈ ദൈവിക ആലോചനയുടെ മറവിൽ ഞങ്ങൾ അല്പനേരം ഒളിച്ചിരിക്കട്ടെ. പാറയുടെ പിളർപ്പിൽ മോശയെ സൂക്ഷിച്ച പോലെ ഈ ദൂതിൻ്റെ പുറകിൽ ഞങ്ങൾ പ്രതികരിക്കാൻ പോകാതെ സൈലൻ്റായിട്ട് അല്പനേരം ഇരിക്കട്ടെ. വെളിപ്പെടാൻ പോകുന്ന ദൈവനീതിക്ക് മുൻപേ ഞങ്ങൾ ചാടി പുറപ്പെടുകയില്ല. ഞങ്ങൾക്ക് വേണ്ടതൊരു ഡ്യൂപ്ലിക്കേറ്റ് മറുപടിയല്ല, ദൈവത്തിൻ്റെ സിഗ്നേച്ചറുള്ളൊരു ആൻസറാണ്. ദൈവം നിർമ്മിച്ചു, ദൈവം ഇത് ചെയ്തു എന്ന് എല്ലാവരും കാണുന്നവരും കേൾക്കുന്നവരും അറിയുന്നവരും ഒരുപോലെ പറയുന്നൊരു ഉത്തരമാണ് എനിക്ക് വേണ്ടത്. ഞാൻ അതിനായി കാത്തിരിക്കും. കർത്താവേ, ഞാൻ അതിനു വേണ്ടി തന്നെ കാത്തിരിക്കും. എനിക്കത് വേണം, അതങ്ങനെനിക്കായി ചെയ്യും. ഇന്നത്തെ ദൈവിക ദൂതിൽ ഹൃദയം നിലവിളിച്ചുകൊണ്ട് തിരുവാക്കുകളുടെ മുമ്പിലായിരുന്നവർ ബലത്തെ പ്രാപിച്ചിരിക്കുകയാൽ സ്തോത്രം. ഈ ദിവസങ്ങൾ ഞങ്ങൾക്കുള്ളതല്ല, ഈ ദിവസങ്ങൾ അങ്ങേക്കുള്ളതാണ്. ഈ നിമിഷങ്ങൾ ഞങ്ങളുടേതല്ല, ഈ നിമിഷങ്ങൾ അങ്ങയുടേതാണ്. ഞങ്ങൾ അല്പനേരം യേശുവിൽ റെസ്റ്റ് ചെയ്യട്ടെ. അങ്ങയുടെ മക്കളെ എല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കോട്ടയത്ത് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് പ്രവർത്തിക്കുന്നു. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ഒരുക്കപ്പെടുന്നു. വരിക, കർത്താവ് നിങ്ങൾക്കായി വൻ കാര്യങ്ങൾ ചെയ്യും.
പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.